സഹകാരി റൈസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് കൊമേഴ്സിന്റെ 2025 ഡിസംബർ സെഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നോക്കിയേ, an assessee who declares his business or professional income in accordance with the provision of section 44 AD subsection 1 or section 44 ADA, he must pay up to 100% of advance tax payable on or before. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം പേ ചെയ്യുന്നവർ 100% ഓഫ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടത് ഓൺ ഓർ ബിഫോർ ഏത് പ്രീവിയസ് ഇയറിൻ്റെ ഏത് ഡേറ്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഓപ്ഷൻ എ December 50th of the previous year, option B January 50th of the previous year, option C February 50th of the previous year and option D March 50th of the previous year. ഇവിടെ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മാർച്ച് 15 ഉള്ളിലാണ് അവർ എന്തടയ്ക്കേണ്ടത്? ഈ പറയുന്ന അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നോക്കാം. Normally, advance tax is paid in 4 installments. Advance tax 4 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് നമ്മൾ നോർമലി സാധാരണ പേ ചെയ്യുക. അതായത് ജൂൺ 15-ന് 50%, ജൂൺ 15-നുള്ളിൽ 50%, സെപ്റ്റംബർ 50th-നുള്ളിൽ 45%, അതുപോലെ ഡിസംബർ 50th-നുള്ളിൽ 75%, അതുപോലെ തന്നെ എന്താണ് മാർച്ച് 15-നുള്ളിൽ 100% ആണ് സാധാരണ നോർമലി എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു അഡ്വാൻസ് ടാക്സ് ഇങ്ങനെ 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് പേ ചെയ്യേണ്ടത്. നോക്കിയേ, but for taxpayers who opt for presumptive taxation under section 44 AD അതായത് ബിസിനസ് ആൻഡ് സെക്ഷൻ 44 ADA അതായത് പ്രൊഫഷൻ, അതായത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഏതൊക്കെ എന്താണ് സെക്ഷനാണ്? സെക്ഷൻ 44 AD പ്രകാരം അത് ബിസിനസ്സും സെക്ഷൻ 44 ADA ആണെങ്കിൽ അത് പ്രൊഫഷനുമാണ്. അവർക്ക് ഇങ്ങനെ എന്താണ് 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കിയേ, they do not need to pay in 4 installments. Instead, they must pay the entire 100% advance tax in single installment on or before 50th March of the previous year. എന്താണ് ഈ പ്രിസംപ്റ്റീവ് സ്കീം ചൂസ് ചെയ്തിട്ടുള്ള ബിസിനസ്സോ പ്രൊഫഷനോ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്താൽ മതി? 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് സിംഗിൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എൻറ്റയർ എമൗണ്ടും 100% ഓഫ് അഡ്വാൻസ് ടാക്സും എന്താണ് ഓൺ ഓർ ബിഫോർ 50th മാർച്ച് അല്ലേ, മാർച്ച് 15-നുള്ളിൽ പ്രീവിയസ് ഇയറിന് മാർച്ച് 15-നുള്ളിൽ സിംഗിൾ പേയ്മെൻ്റ് ആയിട്ട് 100% പേ ചെയ്താലും മതി. നെക്സ്റ്റ് നോക്കാം. Which of the following is not a valid for ordinary school of consumer preference? എന്താണ് കൺസ്യൂമർ പ്രിഫറൻസിന്റെ ഓർഡിനൽ സ്കൂളിൽ വാലിഡ് അല്ലാത്ത അസംഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൺസ്യൂമർ പ്രിഫറൻസ് ക്യാൻ ബി പ്ലോട്ടഡ് ഓൺ എ ഇൻഡിഫറൻസ് കർവ്. കൺസ്യൂമർ പ്രിഫറൻസുകൾ ഇൻഡിഫറൻസ് കർവിൽ പ്ലോട്ട് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ബി എന്താണ്? റാങ്കിങ് ഓഫ് ദ യൂട്ടിലിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ്. ദെൻ എന്താണ്? മാഗ്നിറ്റി ഓഫ് യൂട്ടിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഡി എന്താണ് പറഞ്ഞിരിക്കുന്നത്? യൂട്ടിലിറ്റി ഈസ് നോട്ട് അഡിക്റ്റീവ്. എന്താണ്? അഡിക്റ്റീവ് അല്ല യൂട്ടിലിറ്റി എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് നോട്ട് വാലിഡ് ഫോർ ഓർഡിനൽ സ്കൂൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ യൂട്ടിലിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അതാണ് ഇതിലല്ലാത്തത്, ഓർഡിനൽ സ്കൂളിൻ്റെ അസംഷൻ അല്ലാത്തത്, വാലിഡ് അല്ലാത്തത് ഏതാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ യൂട്ടിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. നോക്കിയേ, എക്സ്പ്ലനേഷൻ നോക്കാം. The ordinal utility approach അല്ലെങ്കിൽ ordinal school says that consumer can only rank the preference. ഓർഡിനൽ സ്കൂൾ പ്രകാരം കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? അവരുടെ പ്രിഫറൻസ് റാങ്ക് ചെയ്യാനേ പറ്റുള്ളൂ. അത് ന്യൂമറിക്കലി മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നോക്കിയേ, ഫീച്ചേഴ്സ് ഓഫ് ദ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. യൂട്ടിലിറ്റി ക്യാൻ ഓൺലി ബി റാങ്ക്ഡ്. കണ്ടോ, യൂട്ടിലിറ്റി റാങ്ക് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ദ കൺസ്യൂമർ ക്യാൻ റാങ്ക് ദ പ്രിഫറൻസ് ബട്ട് കനോട്ട് മെഷർ യൂട്ടിലിറ്റി ഇൻ നമ്പേഴ്സ്. എന്താണ്? കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? റാങ്ക് ചെയ്യാനായിട്ട് പറ്റും അവരുടെ പ്രിഫറൻസുകളെ. പക്ഷെ എന്താണ്? ഒരിക്കലും അത് മെഷർ ചെയ്യാനായിട്ട് അവർക്ക്
സാധിക്കില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിക്കേ, ദെൻ നോക്കിയേ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ യൂട്ടിലിറ്റി ഈസ് നോട്ട് മെഷറബിൾ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ കൺസ്യൂമർ കനോട്ട് എന്താണ് സേ ഹൗ മച്ച് മോർ സാറ്റിസ്ഫാക്ഷൻ വൺ ബണ്ടിൽ ഗീവ്സ് കമ്പയർഡ് ടു അനദർ. ഒരു ബണ്ടിലിനെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരു ബണ്ടിൽ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ അവർക്ക് തരും എന്നുള്ളത് കൺസ്യൂമേഴ്സിന് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂട്ടിലിറ്റി എന്താണ് മെഷറബിൾ അല്ല. നെക്സ്റ്റ് നോക്കിയേ, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഈസ് യൂസ്ഡ് അല്ലെ. ഓർഡിനൽ സ്കൂളിലാണ് നമ്മൾ എന്ത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് അല്ലെ ചെയ്യുന്നത്. കൺസ്യൂമർ പ്രിഫറൻസ് ആർ റെപ്രസെന്റഡ് യൂസിങ് ഇൻഡിഫറൻസ് കർവ് അല്ലെ. കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസ് എന്താണ് ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുവാണ് പ്രിഫറൻസ് എന്താണ് റെപ്രസെന്റ് ചെയ്യുവാണ്. ദെൻ യൂട്ടിലിറ്റി ഈസ് നോട്ട് അഡിറ്റീവ്. യൂട്ടിലിറ്റി എന്തല്ല അഡിറ്റീവ് അല്ല. means utility of the different goods cannot be added or expressed in numbers അല്ലെ. എന്താണ് ഗുഡ്സിന്റെ എന്താണ് യൂട്ടിലിറ്റി ഒരിക്കലും നമുക്ക് നമ്പറിൽ എക്സ്പ്രസ് ചെയ്യാനോ ആ ഒരു രീതിയിൽ ന്യൂമറിക്കലി മെഷർ ചെയ്യാനോ സാധിക്കില്ല. then നോക്കിയേ, it is based on preference ordering. the theory focus on ordering of ചോയ്സസ് നോട്ട് ന്യൂമറിക്കൽ മെഷർമെന്റ് അല്ലേ. ഇവിടെ എന്താണ് ചോയ്സുകൾ പ്രിഫർ ചെയ്യുക അല്ലെ. ആ ഒരു പ്രിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ് ബേസ്ഡ് ഓൺ പ്രിഫറൻസ് ഓർഡറിംഗ് ആണ്. ഒരിക്കലും ന്യൂമറിക്കൽ മെഷർമെന്റ് വരുന്നില്ല എവിടെ ഓർഡിനൽ സ്കൂളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് പ്രോസസ് ഇൻ കറക്റ്റ് ഓർഡർ അല്ലെ. എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രോസസ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ക്യാപിറ്റൽ ബജറ്റിംഗും അല്ലെ. ട്രഡീഷണലും മോഡേൺ അപ്രോച്ചും അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ചോദിച്ചിരിക്കുന്ന സ്റ്റെപ്സ് ആണ്. നോക്കിയേ, പ്രിലിമിനറി സ്ക്രീനിങ് പ്രോസസ്, പ്രൊജക്ട് ജനറേഷൻ, ഡീറ്റെയിൽഡ് പ്രൊജക്ട് ഇവാലുവേഷൻ, control of expenditure and project selection and its implementation. നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ അല്ലെ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ബി സി ഡി ഇ. ദെൻ എന്താണ് ഓപ്ഷൻ ബി ബി എ സി ഇ ഡി. ദെൻ ഓപ്ഷൻ സി എ ബി സി ഇ ഡി ആൻഡ് ഓപ്ഷൻ ഡി ബി എ സി ഡി ഇ. നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാണ് നമുക്കറിയാം. ഫസ്റ്റ് എന്തായാലും വരുന്നത് എന്തായിരിക്കും പ്രൊജക്ട് ജനറേഷൻ ആയിരിക്കും. ബി ആയിരിക്കും ഫസ്റ്റ് വരിക എന്നുള്ളത് നമുക്കറിയാം. സോ ബി ആദ്യം വരുന്ന രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. നമുക്ക് ബാക്കി രണ്ടും അതുകൊണ്ട് എലിമിനേറ്റ് ചെയ്യാം അല്ലെ. എയും സിയും എലിമിനേറ്റ് ചെയ്യാം. ദെൻ നമുക്ക് നോക്കാം. ബി ആദ്യം നമുക്ക് എന്താണ് പ്രൊജക്ട് ജനറേഷൻ. ദെൻ നോക്കിയേ, പ്രിലിമിനറി സ്ക്രീനിങ് പ്രോസസ് ആണ് അല്ലെ രണ്ടാമത് വരിക. പ്രിലിമിനറി സ്ക്രീനിങ് പ്രോസസ് ആണ്. അപ്പൊ രണ്ടിലും എന്താണ് ബി ആണ് ആദ്യം, രണ്ടാമത് എയു ആണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ് ഡീറ്റെയിൽഡ് പ്രൊജക്ട് ഇവാലുവേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് ഡീറ്റെയിൽഡ് പ്രൊജക്ട് ഇവാലുവേഷൻ ആണ്. അപ്പൊ എന്താണ് രണ്ട് ഓപ്ഷനിലും സി തന്നെയാണ്. നെക്സ്റ്റ് ആണ് നമുക്കപ്പോൾ അറിയേണ്ടത്. ദെൻ നോക്കിയേ, പ്രൊജക്ട് സെലക്ഷൻ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ അല്ലെ. പ്രൊജക്ട് ഫൈനലി എന്താണ് സെലക്ട് ചെയ്തു, അതിന്റെ ഇംപ്ലിമെന്റേഷൻ നടത്തി. സോ എന്താണ് ഇ ആണ് നെക്സ്റ്റ് വരിക. ദെൻ എന്താണ് ലാസ്റ്റ് ആണ് നമുക്ക് കൺട്രോൾ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൺട്രോൾ വരുന്നത് അവസാനമാണ്. സോ ഡി ആണ് ലാസ്റ്റ് വരിക. സോ അങ്ങനെ ഓപ്ഷൻ ബി ആണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ് ഓപ്ഷൻ ബി ആണ് വരിക. നോക്കിയേ, ഇപ്പൊ എങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് ജനറേഷൻ ആണ്. രണ്ടാമത് എന്താണ് പ്രിലിമിനറി സ്ക്രീനിങ് പ്രോസസ് ആണ്. ദെൻ ഡീറ്റെയിൽഡ് പ്രൊജക്ട് ഇവാലുവേഷൻ. ദെൻ എന്താണ് പ്രൊജക്ട് സെലക്ഷൻ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ. ആൻഡ് ഫൈനലി എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ അല്ലേ. കണ്ടോ ക്യാപിറ്റൽ ബജറ്റിംഗ് ആ ഒരു പ്രോസസ്സ് നോക്കിയേ. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് ജനറേഷൻ ആണ് അല്ലെ. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് സച്ച് എസ് എക്സ്പാൻഷൻ, റീപ്ലേസ്മെന്റ് ഓഫ് അസറ്റ് ഓർ ന്യൂ പ്രൊജക്റ്റുകൾ അല്ലെ. ഫസ്റ്റ് എന്താണ് സംഭവിക്കുന്നത്, അവര് പ്രൊജക്ട് ജനറേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്, പ്രിലിമിനറി സ്ക്രീനിങ് ആണ് അല്ലെ. ദാറ്റ് ഈസ് ഇനീഷ്യൽ എക്സാമിനേഷൻ ടു എലിമിനേറ്റ് ദ ഇംപ്രാക്ടിക്കൽ പ്രൊജക്ട് ബേസ്ഡ് ഓൺ ഫീസിബിലിറ്റി അല്ലെ. പ്രൊജക്ടിന്റെ ഫീസിബിലിറ്റി, അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, അതുപോലെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്, ഇതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു ഒരു ഇനീഷ്യൽ എക്സാമിനേഷൻ എന്താണ് ചെയ്തിട്ട് നമുക്ക് പ്രാക്ടിക്കൽ അല്ലാത്ത പ്രൊജക്റ്റുകളെ എലിമിനേറ്റ് ചെയ്യുന്ന സ്റ്റേജ് ആണ് പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറയുന്നത്.
ദെൻ പിന്നെ എന്താണ് ഡീറ്റെയിൽഡ് പ്രൊജക്ട് ഇവാലുവേഷൻ, ദ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് സെലക്ടഡ് പ്രൊജക്ട് യൂസിംഗ് ടെക്നിക്സ് ലൈക്ക് NPV, IRR, payback period and profitability index method to assess the profitability. അല്ലേ, പ്രോഫിറ്റബിലിറ്റി എന്താണ് അസസ് ചെയ്യാനായിട്ട് പ്രൊജക്റ്റുകളെ ഇവാലുവേറ്റ് ചെയ്യുവാണ് നെക്സ്റ്റ് സ്റ്റേജിൽ അല്ലേ. നെറ്റ് പ്രസന്റ് വാല്യൂ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെ, IRR, PI മെത്തേഡ്, പേ ബാക്ക് പീരീഡ് മെത്തേഡ്, ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പ്രൊജക്റ്റുകളെ എന്ത് ചെയ്യുന്നു, അസസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഫൈനലി മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അവിടെയാണ് പ്രൊജക്ട് സെലക്ഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്താണ് ചെയ്യുന്നത്, selection of the most suitable project and execution by allocating funds and starting the project അല്ലേ. എന്താണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഫൈനലി കൺട്രോൾ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലേ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യുന്നു. അതാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കിയേ, what are the GST rates applicable after 22nd September 2025 അല്ലേ. എന്താണ് പുതിയ GST അല്ലെ നിലവിൽ വന്നു, പുതിയ റേറ്റുകൾ സെപ്റ്റംബർ 22, 2025 എന്താണ് പുതിയ GST റേറ്റുകൾ നിലവിൽ വന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, 5%, then 12%, 18%, 28% and 40% അല്ലേ. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. ഓപ്ഷൻ A, B, C, D and ഓപ്ഷൻ B, B, C, D, E. ഓപ്ഷൻ C, A, C, E and ഓപ്ഷൻ D, B, C, E only. നോക്കിയേ എന്താണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ 2025 സെപ്റ്റംബർ 22 നിലവിൽ വന്ന GST റേറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് C ആണ്, ACE ആണ് വരുന്നത്. ഏതൊക്കെ റേറ്റുകളാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ 5% ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ 18% ഉണ്ട്, ദെൻ നമുക്ക് വരുന്ന എന്താണ് 40% ആണ്. 40% ഈ 3 റേറ്റുകളാണ് എന്ത് പിന്നെ നിലവിൽ വന്നത് അല്ലേ. 5%, 18% ആൻഡ് 40% അല്ലെ, ACE എന്നുള്ളതാണ് വരിക. നോക്കിയേ, ദ ഏർലിയർ സ്ലാബ്സ് ഏതൊക്കെയായിരുന്നു, 5% ഉണ്ടായിരുന്നു, 12% ഉണ്ടായിരുന്നു, 18% ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താണ് 28% ഉണ്ടായിരുന്നു. ദ 12% ആൻഡ് 28% സ്ലാബ്സ് വെയർ മോസ്റ്റ്ലി റിമൂവ്ഡ് അല്ലേ. 12%, 28% ഈ 2 സ്ലാബ് റേറ്റുകൾ എന്ത് ചെയ്തു, എടുത്ത് കളഞ്ഞിട്ട് അല്ലെ റിമൂവ് ചെയ്തിട്ട് പുതിയ സ്ലാബ് 40% അല്ലെ 40% എന്നുള്ള ഒരു പുതിയ സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് ലക്ഷറി ഗുഡ്സിനും സിൻ ഗുഡ്സിനും അല്ലെ, സിൻ ഗുഡ്സിനും ലക്ഷറി ഗുഡ്സിനും 40% എന്നുള്ള ഒരു പുതിയ സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നോക്കിയേ, GST rates applicable after 22 September 2025 എന്തൊക്കെയാണെന്ന് നോക്കിയേ. 5% ഓൺ എസെൻഷ്യൽ ആൻഡ് ഡെയിലി യൂസ് ഗുഡ്സ്. എസെൻഷ്യൽ ഡെയിലി യൂസ് ഗുഡ്സിന് എത്ര ശതമാനം, 5% ആക്കി GST. അത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് അല്ലേ. ഇനി 80% സ്റ്റാൻഡേർഡ് റേറ്റ് ഫോർ മോസ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ് 18% എന്ന് പറയുന്നത് മോസ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസിനും സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ട് 18%. ദെൻ 40% 40% എന്ന് പറയുന്നത് ലക്ഷറി ഗുഡ്സിനും സിൻ ഗുഡ്സിനും, അതായത് ഹൈ എൻഡ് കാർഡ്സിന്, കാറുകൾക്ക്, അതുപോലെ ടൊബാക്കോക്ക്, എയറേറ്റഡ് ഡ്രിങ്ക്സുകൾക്ക്, ഇതിനൊക്കെ എന്താക്കി ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സിന് 40% ആയിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് നോക്കിയേ, which of the following are the properties of indifference curve? ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചിരിക്കുന്നത്, തന്നിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ടു റൈറ്റ്. നെക്സ്റ്റ് എന്താണ്, ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺകേവ് ടു ഒറിജിൻ. ദെൻ എന്താണ്, ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ഒറിജിൻ. നെക്സ്റ്റ് നോക്കിയേ, indifference curve cannot intersect each other but can be tangent to each other. And next എന്താണ്, high indifference curve represent higher level of satisfaction. ഇതിൽ ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ടു റൈറ്റ് അല്ലെ, ഡൗൺവേർഡ് സ്ലോപ്പ് ആണ്. വരും.
ഇൻഡിഫറൻസ് കർവ് കോൺകേവ് ആണെന്ന് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ, അത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ് അല്ലേ. സോ രണ്ടാമത്തത് നമുക്ക് വരില്ല, ബി ഓപ്ഷൻ വരില്ല. ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ഒറിജിൻ, കറക്റ്റ് ആണ് അല്ലേ. സോ എ കറക്റ്റ് ആണ്, സി കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ ബട്ട് ക്യാൻ ബി ടാൻജന്റ് ടു ഈച്ച് അതർ. ഇന്റർസെക്ട് ചെയ്യില്ല പക്ഷെ ടാൻജന്റ് ടു ഈച്ച് അതർ അല്ലെ, ടാൻജന്റ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതും വരില്ല. നെക്സ്റ്റ് എന്താണ്? ഈ ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ഇൻഡിഫറൻസ് കർവ് എന്താണ്? ഹയർ ലെവൽ എന്ന് പറയുന്നത് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കാണിക്കുന്നത്. സോ എയും സിയും ഇയും ആണ് വരുന്നത്. ഏത് ഓപ്ഷനിലാണ് വരുന്നത്? എ, സി ആൻഡ് ഇ. ഓപ്ഷൻ സിയിലാണ് അല്ലെ എ, സി, ഇ എന്നുള്ളത് വരുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള എന്താണ്? സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് നോക്കാം. നോക്കിയേ എന്തൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. എൻഡിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇൻഡിഫറൻസ് കർവ്. അതിന്റെ പ്രോപ്പർട്ടീസ് ദാറ്റ് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് അല്ലേ. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. This shows that if consumer increase consumption of one good, he must reduce the consumption of other good to maintain the same level of satisfaction. എന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പ് ലെഫ്റ്റ് ടു റൈറ്റ് ആണുള്ള റീസൺ? ഇപ്പൊ കൺസ്യൂമറിന് ഒരു ഗുഡിന്റെ കൺസപ്ഷൻ കൂട്ടണമെങ്കിൽ അല്ലെ മറ്റൊരു ഗുഡിന്റെ എന്ത് ചെയ്യണം? മറ്റൊരു സാധനത്തിന്റെ കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. എങ്കിലേ എന്താണ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ഇറ്റ് ഈസ് convex to the origin. Indifference curve എന്താണ്? Convex to the origin due to the diminishing marginal rate of substitution. എന്താണ്? Diminishing marginal rate of substitution is the reason why convex to the origin. അല്ലെ indifference curve is convex to the origin. It means consumer is willing to sacrifice less and less of one good to obtain additional unit of another good. അല്ലെ മറ്റൊരു ഗുഡിന്റെ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യണമെങ്കിലും കൺസ്യൂമേഴ്സ് എന്താണ് ഇപ്പോൾ ഉള്ള ഒരു ഗുഡിനെ എന്താണ് അവർ സാക്രിഫൈസ് ചെയ്യാൻ അല്ലെ കുറച്ച് മാത്രമേ സാക്രിഫൈസ് ചെയ്യാനായിട്ട് അവർ വില്ലിംഗ് ഉള്ളൂ. അതാണ് കോൺവെക്സ് ടു ദ ഒറിജിൻ ആകാനുള്ള റീസൺ. അതുപോലെ തന്നെ എന്താണ് റീസൺ ഈസ് ദ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. Higher indifference curve represent higher satisfaction. An indifference curve that lies farther from the origin indicate a higher level of utility satisfaction because it represents a larger combination of goods. അല്ലേ ഹൈ എന്താണ് ഹൈ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ഇൻഡിഫറൻസ് കർവ് ഹൈ സാറ്റിസ്ഫാക്ഷനെയാണ് കാണിക്കുക. ദെൻ ഇൻഡിഫറൻസ് കർവ് cannot intersect ഈച്ച് അതർ അല്ലെ. ഒരിക്കലും ഇൻഡിഫറൻസ് കർവുകൾ എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല അല്ലെ, ഇന്റർസെക്ട് ചെയ്യില്ല. എന്താണ്? ടു ഇൻഡിഫറൻസ് കർവ് cannot cross or intersect. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈച്ച് curve represent a different level of satisfaction and intersection would violate the consistency of consumer preference. അല്ലെ എന്തുകൊണ്ടാണ് ഒരിക്കലും ഇത് ഇന്റർസെക്ട് ചെയ്യാത്തത്? കാരണം ഓരോ ഇൻഡിഫറൻസ് കർവുകളും ഡിഫറെന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെയാണ് കാണിക്കുന്നത് അല്ലെ. കൺസ്യൂമർ പ്രിഫറൻസിന് എന്ത് ചെയ്യും? ആ ഒരു വയലേറ്റ് ചെയ്യും അല്ലെ, എന്താണ് ഇന്റർസെക്ട് ചെയ്താൽ. സോ ഒരിക്കലും ഇവർ എന്ത് ചെയ്യില്ല? ഇൻഡിഫറൻസ് കർവുകൾ ഇന്റർസെക്ട് ചെയ്യില്ല. Then indifference curve do not touch the axis. Indifference curve normally do not touch x-axis or y-axis because consumer is assumed to consume both goods in positive quantity. അതുകൊണ്ട് തന്നെ എന്താണ് x-axisോ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് x-axisനെയോ y-axisനെയോ ഒരിക്കലും എന്ത് ചെയ്യില്ല? ടച്ച് ചെയ്യില്ല. കാരണം ഏത് ഗുഡ്സ് ആണെങ്കിലും കൺസ്യൂമർ പോസിറ്റീവ് ക്വാണ്ടിറ്റിയിലായിരിക്കും അത് കൺസ്യൂം ചെയ്യുക. Then നോക്കിയേ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. Given below are two statements. One is labeled as assertion and other is labeled as reason. നോക്കിയേ എന്താണ് assertion? The skimming price policy is adopted where close substitute of a new product are not available. എപ്പോഴാണ് സ്കിമ്മിങ് പ്രൈസ് പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്? ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ പുതിയൊരു പ്രൊഡക്റ്റിന് ക്ലോസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ലെങ്കിൽ നമ്മൾ സ്കിമ്മിങ് പ്രൈസ് പോളിസിയാണ് അഡോപ്റ്റ് ചെയ്യുക എന്നാണ് അസേർഷനിൽ പറഞ്ഞിരിക്കുന്നത്. റീസൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദിസ് പോളിസി റിക്വയർസ്
fixing a lower initial price designed to penetrate the market as quickly as possible and is intended to maximize the profit in the long run. എന്താണ് പറയുന്നത്? ഈ ഒരു പെനിട്രേഷൻ പോളിസി അല്ല സ്കിമ്മിങ് പോളിസി എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രൈസ് ആദ്യം മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യും? അവർ ലോവർ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ആദ്യം ലോവർ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ആ ഒരു ഇനീഷ്യൽ സമയത്ത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് അല്ലെ ക്വിക്ലി എന്താണ് മാർക്കറ്റിൽ ആക്സസ് കിട്ടാനും മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനുമായിട്ട് ഇനീഷ്യൽ പ്രൈസിൽ എന്താണ് ഇനീഷ്യൽ പ്രൈസ് ലോവർ ആയിട്ട് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്കിമ്മിങ് പ്രൈസ് എന്നാണ് റീസൺ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. In the light of the above statement, choose the most appropriate answer from the option given below. നോക്കാം. Option A, both A and R are correct and R is the correct explanation of A. Option B, both A and R are correct but R is not the correct explanation of A. Option C, A is correct but R is not correct. And option D, A is correct but A is incorrect but R is correct. ഇവിടെ എന്താണ്? അസേർഷൻ കറക്റ്റ് തന്നെയാണ് അല്ലെ. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ല എങ്കിൽ നമ്മൾ എന്താണ് സ്കിമ്മിങ് പ്രൈസ് ആണ് ചെയ്യുക. പക്ഷേ ലോവർ പ്രൈസ് ആയിരിക്കില്ല, ഹയർ പ്രൈസ് ആയിരിക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ ഇൻകറക്റ്റും ആണ്. സോ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കാം. Skimming price policy means charging high initial price for a new product. ഒരു പുതിയ പ്രൊഡക്റ്റിന് ഹൈ ഇനീഷ്യൽ പ്രൈസ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കിമ്മിങ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത്. ദിസ് സ്ട്രാറ്റജി ഈസ് യൂസ്ഡ് വെൻ ഇത് റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ് ദ പ്രൊഡക്റ്റ് ഈസ് ന്യൂ ഓർ ഇന്നവേറ്റീവ്. എപ്പോഴാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇന്നവേറ്റീവ് ആണ്, ന്യൂ ആണെങ്കിൽ നമ്മൾ സ്കിമ്മിങ് പ്രൈസ് പോളിസിയാണ് ചൂസ് ചെയ്യുക. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ നോട്ട് അവൈലബിൾ. എന്താണ്? നമ്മുടെ ഗുഡ്സിന് ക്ലോസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സ്കിമ്മിങ് പ്രൈസ് ആണ്. ദ ഫേം വാണ്ട്സ് ടു റിക്കവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് ക്വിക്ലി. R&D കോസ്റ്റ് എത്രയും പെട്ടെന്ന് ഫേമിന് എന്താണ് റിക്കവർ ചെയ്യണമെങ്കിൽ അവർ സ്കിമ്മിങ് പ്രൈസ് യൂസ് ചെയ്യും. ആൻഡ് കസ്റ്റമേഴ്സ് ആർ ലെസ് പ്രൈസ് സെൻസിറ്റീവ്. കസ്റ്റമേഴ്സ് എന്താണ് പ്രൈസ് സെൻസിറ്റീവ് അല്ല എങ്കിലാണ് അവർ സ്കിമ്മിങ് പ്രൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ പെനിട്രേഷൻ പ്രൈസിംഗ് പോളിസി എന്താണ്? ഫേം ഫിക്സസ് എ ലോ ഇനീഷ്യൽ പ്രൈസ്. എന്താണ്? ആദ്യം ലോ ഇനീഷ്യൽ പ്രൈസ് ആണ് ഫേം ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് പെനിട്രേഷൻ പ്രൈസിംഗ് പോളിസി. ഒബ്ജക്റ്റീവ് ഈസ് ടു എൻറ്റർ ദ മാർക്കറ്റ് ക്വിക്ലി. എന്താണ്? പെട്ടെന്ന് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയാണ് അവർ ലോ ഇനീഷ്യൽ പ്രൈസ് ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? അട്രാക്ട് ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ നോക്കിയേ ഗെയിൻ മാർക്കറ്റ് ഷെയർ ഇൻ ദ ലോങ് റൺ. അതുവഴി എന്താണ് ലോങ് റണ്ണിൽ മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്യാൻ വേണ്ടിയുമാണ് പെനിട്രേഷൻ പ്രൈസിംഗ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ എന്താണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഹൈ പ്രൈസ് ആണെങ്കിൽ ദാറ്റ് ഈസ് സ്കിമ്മിങ് ആണ്. ഇനി പെനിട്രേഷൻ ആണെങ്കിൽ എന്താണ് ഇനീഷ്യൽ പ്രൈസ് എന്താണ് ലോ ആക്കി ഫിക്സ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് പെനിട്രേഷൻ പ്രൈസിംഗ് പോളിസി. ദെൻ നോക്കിയേ അസേർഷൻ റീസൺ ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. നോക്കാം. One is labeled as assertion and the other is labeled as a reason. Assertion എന്താണ്? Section 91 provides for grant of unilateral relief in case of resident taxpayers on income which has been taxed in India as well as in a country with which there is no double taxation avoidance agreement. എന്താണ് അസേർഷനിൽ പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 91 എന്ന് പറയുന്നത് ആർക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? യൂണിലാറ്ററൽ റിലീഫ് ആണ്. നമ്മുടെ ഒരു ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള ടാക്സ് പെയർ ആണ്. ഇന്ത്യയിലും അയാളുടെ എന്താണ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ആസ് വെൽ as ഒരു ഫോറിൻ കൺട്രിയിലും എന്താണ് ആ കൺട്രിയിൽ എന്തില്ല ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഇല്ല എങ്കിൽ എന്താണ് ഈ ഒരു കേസാണ് വരുന്നത്. അതായത് സെക്ഷൻ 91 പ്രകാരം യൂണിലാറ്ററൽ റിലീഫ് ഗ്രാൻഡ് കൊടുക്കുവാണ്. ആർക്കാണ്? ഇന്ത്യൻ റെസിഡന്റ് ആണ്. ടാക്സ് എന്താണ് ഇന്ത്യയിലും പേ ചെയ്യണം ടാക്സ്, ഇന്ത്യയിലും ടാക്സ് പേ ചെയ്യണം ആസ് വെൽ ആസ് പുറത്തൊരു കൺട്രിയിലും ചെയ്യണം. അവിടെ എന്തില്ല ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഇല്ല എങ്കിൽ സെക്ഷൻ 91 പ്രകാരം നമ്മൾ എന്താണ് പ്രൊവൈഡ് ഗ്രാൻഡ് ഫോർ യൂണിലാറ്ററൽ റിലീഫ് എന്നാണ് പറയുന്നത്. റീസണിൽ പറയുന്നത്
The relief under section 91 is granted by allowing the taxpayer deduction from tax liability of an amount equal to tax calculated at the average Indian rate of tax or amount of tax calculated at a rate of tax of other country on doubly taxed income whichever is higher. എന്താണ് പറയുന്നത്? സെക്ഷൻ 91 പ്രകാരം നമ്മൾ യൂണിലാറ്ററൽ റിലീഫ് അതിന് ഗ്രാൻഡ് കൊടുക്കുമ്പം എങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി അയാളുടെ ഡിഡക്ഷൻ സംഭവിക്കുന്നത്? ആൻഡ് ഈക്വൽ എമൗണ്ട് ടു ടാക്സ് കാൽക്കുലേറ്റഡ് ഓൺ ദ ആവറേജ് ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ്, അല്ലെങ്കിൽ എന്താണ് എമൗണ്ട് ഓഫ് ടാക്സ് കാൽക്കുലേറ്റഡ് അറ്റ് എ റേറ്റ് ഓഫ് ദാറ്റ് അതർ കൺട്രി. ഒന്നല്ലെങ്കിൽ എന്താണ് ഇന്ത്യയിലെ ടാക്സ് റേറ്റ് ആവറേജ് ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ്, അല്ലെങ്കിൽ എന്താണ് ആ പുറത്തെ കൺട്രിയിലെ ഫോറിൻ കൺട്രിയിലെ ടാക്സ് റേറ്റ്. ഇതിൽ നിന്നും ഹയർ ഏതാണോ ആ എമൗണ്ട് ആയിരിക്കും എന്ത് കൊടുക്കുക? യൂണിലാറ്ററൽ റിലീഫ് ആയിട്ട് ഗ്രാൻഡ് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ അസേർഷൻ കറക്റ്റ് ആണ്. ഡബിൾ ടാക്സേഷൻ റിലീഫ് എന്താണ് അഡ്വാൻസ് അവോയ്ഡൻസ് എഗ്രിമെന്റ് ഇല്ല എങ്കിൽ എന്താണ് സെക്ഷൻ 91 പ്രകാരം തന്നെയാണ് യൂണിലാറ്ററൽ റിലീഫ് ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുക. പക്ഷേ ഇവിടെ എന്താണ് റീസണിൽ ഹയർ അല്ല, വിച്ച് എവർ ഈസ് ലോവർ ഏതാണോ അതാണ് നമ്മൾ എടുക്കുക. സോ എന്താണ് റീസൺ ഇൻകറക്റ്റ് ആണ്. നോക്കാം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ആർ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് അല്ല എന്ന് പറയുന്നു. അസേർഷൻ ഇൻകറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണെന്ന് പറയുന്നു. നമ്മൾ കണ്ടു അല്ലേ സെക്ഷൻ 91 എന്ന് പറയുന്നത് യൂണിലാറ്ററൽ റിലീഫ് തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. എന്തുകൊണ്ടാണ്? അസേർഷൻ കറക്റ്റ് ആണ്, പക്ഷെ റീസൺ എന്താണ്? ഇൻകറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. കണ്ടോ അസേർഷൻ സെക്ഷൻ 91 provide unilateral relief to resident taxpayers when income is taxed both in India and in foreign country with India has no double taxation avoidance agreement അല്ലേ. സെക്ഷൻ 91 എന്ന് പറയുന്നത് യൂണിലാറ്ററൽ റിലീഫ് ആണ്. എങ്ങനെയുള്ളതാണ്? റെസിഡന്റ് ടാക്സ് പേയേഴ്സ് അവരുടെ ഇൻകം എന്താണ് ഇന്ത്യയിലും ഫോറിൻ കൺട്രിയിലും എന്താണ് ആ ഫോറിൻ കൺട്രിയിൽ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഇല്ല എങ്കിൽ അങ്ങനെയുള്ള എന്താണ് ടാക്സ് പേയേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സെക്ഷൻ 91 യൂണിലാറ്ററൽ റിലീഫ്. സോ റീസൺ എന്ന് പറയുന്നത് കണ്ടോ ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം ലോവർ ആണ് നമ്മൾ എടുക്കുന്നത്. ആവറേജ് കാൽക്കുലേറ്റ് ഹൈ അല്ല, നമ്മൾ എടുക്കുന്നത് ഏതാണ്? ലോവർ എമൗണ്ട് ഏതാണോ ആ ഒരു ടാക്സ് ആണ് നമ്മൾ എടുക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ. Which of the following is incorrect for amalgamation in nature of merger? അല്ലെ നമ്മൾ അമാൽഗമേഷൻ കാണുമ്പോൾ എന്താണ് അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജറും ഉണ്ട്, അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് പർച്ചേസും ഉണ്ട് അല്ലേ. ഇവിടെ അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജറിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ ഓപ്ഷൻ എ all assets and liabilities of the transferor company taken over by the transferee company അല്ലേ. ട്രാൻസ്ഫറർ കമ്പനിയുടെ എല്ലാ അസറ്റും ലയബിലിറ്റികളും ട്രാൻസ്ഫറർ കമ്പനി എന്ത് ചെയ്യും? എന്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ട്രാൻസ്ഫറർ കമ്പനിയുടെ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ആർ ടേക്കൺ ഓവർ ബൈ ട്രാൻസ്ഫറീ കമ്പനി. ബി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി നീഡ് നോട്ട് ടു ബിക്കം ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറീ കമ്പനി. എന്താണ്? ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫറീ കമ്പനിയുടെ എന്താവുന്നില്ല? ഇക്വിറ്റി ഹോൾഡേഴ്സ് ആകേണ്ട ആവശ്യമില്ല. നീഡ് നോട്ട് ടു ബിക്കം ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സിയിൽ എന്താണ് പറയുന്നത്? Payment of purchase consideration is made in cash only for fractional shares if any. എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്? ഫ്രാക്ഷണൽ ഷെയർസ് ഉണ്ടെങ്കിൽ അത് ക്യാഷ് ആയിട്ടായിരിക്കും കൊടുക്കുക. And D, the business of transferor company is intended to be carried on after amalgamation by the transferee company. എന്താണ് അമാൽഗമേഷന് ശേഷം ട്രാൻസ്ഫറർ കമ്പനിയുടെ എന്താണ് ബിസിനസ് ട്രാൻസ്ഫറീ കമ്പനി എന്താണ് അത് കണ്ടിന്യൂ ചെയ്യും, ക്യാരി ഓൺ ചെയ്യും എന്നാണ് പറയുന്നത്. ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം കറക്റ്റാണ്. നമ്മുടെ ബി എന്ന് പറയുന്നത്
ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഹോൾഡേഴ്സ് ട്രാൻസ്ഫറി കമ്പനിയുടെ ഹോൾഡേഴ്സായി മാറുമെന്നാണ് പറയുന്നത് കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബി ആണ്, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജർ നോക്കാം. Amalgamation in nature of merger mean combination of two or more companies where they are merged to form one entity and the shareholders continue to have a similar ownership interested in the new or surviving company. രണ്ടോ അതിലധികമോ കമ്പനികൾ എന്താണ് മേർജ് ചെയ്തിട്ട് ഒറ്റ കമ്പനിയായി മാറുവാണ്. എന്നിട്ട് എന്താണ് ആ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം സർവൈവിംഗ് കമ്പനി അല്ലെ പുതിയ കമ്പനിയുടെ എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ആയി മാറുകയും ചെയ്യും. ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 40. ഓർത്തു വെക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 40 ആണ് എന്ത് വരുന്നത്, 14 ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 ആണ് എന്ത് വരുന്നത്, അമാൽഗമേഷൻ വരുന്നത്. നോക്കിയേ, കണ്ടീഷൻ ഫോർ അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജർ. According to accounting standard 14, the following conditions must be satisfied. അല്ലേ, അത് അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജർ ആകണമെങ്കിൽ ഈ പറയുന്ന എന്താണ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. All assets and liabilities of transferor company become those of transferee company. ട്രാൻസ്ഫറർ കമ്പനിയുടെ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫറി കമ്പനിയുടേതായി മാറും. ദെൻ നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെ, ഷെയർ ഹോൾഡേഴ്സ് holding at least 90% of equity shareholders of transferor company become the equity shareholders of the transferee company. അല്ലെ, ട്രാൻസ്ഫറർ കമ്പനിയുടെ 90% ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും ആരുടേതായി മാറും, ട്രാൻസ്ഫറി കമ്പനിയുടെ ഇക്വിറ്റി ഹോൾഡേഴ്സായി മാറും. Then consideration is discharged by issue of equity shares except cash paid for fractional shares. എങ്ങനെയാണ് കൺസിഡറേഷൻ കൊടുക്കുന്നത്, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. എക്സെപ്റ്റ് ഫോർ ഫ്രാക്ഷണൽ ഷെയർസ് ആണെങ്കിൽ മാത്രം അതാണ് ക്യാഷ് ആയിട്ട് കൊടുക്കുക. ബാക്കി മുഴുവൻ എങ്ങനെയാണ് ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് കൺസിഡറേഷൻ ഡിസ്ചാർജ് ചെയ്യുക. The business of transferor company is intended to be carried on by transferee company. എന്താണ് ട്രാൻസ്ഫറർ കമ്പനി ചെയ്തുകൊണ്ടിരുന്ന ആ ബിസിനസ് എന്താണ് ആര് എന്താണ് ക്യാരി ചെയ്യും, ട്രാൻസ്ഫറി കമ്പനിനെ അത് എന്താണ് ക്യാരി ചെയ്യും എന്നുള്ള ഒരു ഇതാണ്. നോ അഡ്ജസ്റ്റ്മെന്റ് ഈസ് മെയ്ഡ് ടു ദ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റും ലയബിലിറ്റികളുടെയും ബുക്ക് വാല്യൂയിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നടത്തില്ല. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് അമാൽഗമേഷൻ ഇൻ നേച്ചർ ഓഫ് മെർജറിന്റെ കേസിൽ വരുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു വാൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ ഓഫ് എ ഡിക്ലൈനിങ് ഫേം, അതായത് എന്താണ് പറയുക, വിൽ ബി മാക്സിമം അറ്റ് അല്ലെ. നമ്മൾ എന്താണ് ഡിവിഡൻഡിൻ്റെ പല മോഡലുകളും കണ്ടല്ലേ, വാൾട്ടർ മോഡൽ, ഗോർഡൻ മോഡൽ അല്ലേ. അതിൽ എന്താണ് വാൾട്ടർ മോഡലിൽ ഒരു ഡിക്ലൈനിങ് ഫേം ആണെങ്കിൽ എന്താണ് അവരുടെ മാർക്കറ്റ് വാല്യൂ ഷെയർ ഓഫ് എ ഡിക്ലൈനിങ് ഫേം അത് മാക്സിമം ഏത് പോയിന്റിലായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഓപ്ഷൻ എ 0% ഡിവിഡൻഡ് പേ ഔട്ട്, ഓപ്ഷൻ ബി 100% ഡിവിഡൻഡ് പേ ഔട്ട്, ഓപ്ഷൻ സി 50% ഡിവിഡൻഡ് പേ ഔട്ട് ആൻഡ് ഓപ്ഷൻ ഡി 75% ഡിവിഡൻഡ് പേ ഔട്ട്. അതൊരു ഡിക്ലൈനിങ് ഫേം ആണെങ്കിൽ 100% ഡിവിഡൻഡ് പേ ഔട്ടാണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. നമുക്ക് ഗ്രോത്ത് ഫേംസ് ഉണ്ട്, അതുപോലെ എന്താണ് നോക്കാം, ഗ്രോത്ത് ഫേംസ് ഉണ്ട്, അതുപോലെ നോർമൽ ഫേംസും ഉണ്ട്, ഡിക്ലൈനിങ് ഫേംസും ഉണ്ട് അല്ലേ. ഓരോന്നും നോക്കാം. അക്കോർഡിംഗ് ടു ദ വാൾട്ടർ മോഡൽ ഓഫ് ഡിവിഡൻഡ്, ഡിവിഡൻഡ് പോളിസി അഫക്ട് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് അല്ലേ. എന്താണ് പറയുന്നത്, വാൾട്ടർ മോഡൽ പ്രകാരം ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസിനെ അഫക്റ്റ് ചെയ്യും. രണ്ട് കാര്യങ്ങളാണ് അല്ലേ, ആറും കെയും. ആർ എന്ന് പറയുന്നത് എന്താണ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ആർ എന്താണ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. കെ ഇ ആണെങ്കിലോ ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. കെ ഇ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ആണ്. ഇനി ആർ ഗ്രേറ്റർ ദാൻ എന്താണ്, കെ ഇ ആണല്ലേ. റിട്ടേൺ എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് കെ ഇ അല്ലെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ
ക്യാപിറ്റലിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അതൊരു ഗ്രോത്ത് ഫേം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്രോയിങ് സ്റ്റേജ്, അതൊരു ഗ്രോത്ത് ഫേം ആയതുകൊണ്ട് തന്നെ 0% ആണ് ഡിവിഡൻഡ് പേ ഔട്ട് വരിക. എന്താണ്? ഗ്രോത്ത് ഫേം ആണെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറയുന്നത് 0% ആയിരിക്കും. എല്ലാവരും എന്ത് ചെയ്യും? മൊത്തം റീറ്റെയിൻഡ് ഏണിങ്സ് ആണ് അല്ലേ, എല്ലാ ഏണിങ്സും അവർ റീറ്റെയിൻ ചെയ്യും. രണ്ടാമത്തേതാണ് ഇനി എന്താണ്? R=KE അല്ലേ, അതായത് എന്താണ്? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും ഈക്വൽ ആയിട്ട് നിൽക്കുവാണെങ്കിൽ അതൊരു ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസിയാണ് അവരെടുക്കുക. ഒരു ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി ആയിരിക്കും എടുക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നോക്കിയേ, ഡിക്ലൈനിങ് ഫേം ആണ്. എന്താണ്? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി R< ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതൊരു ഡിക്ലൈനിങ് ഫേം ആണ്. അതുകൊണ്ട് തന്നെ 100%ഉം ഡിവിഡൻഡ് പേ ഔട്ട് ആയിരിക്കും ചെയ്യുക അല്ലെ. നമ്മൾ ഈ ഒരു കേസാണ് ഇപ്പൊ കണ്ടതല്ലേ. ഡിക്ലൈനിങ് ഫേം ആണെങ്കിൽ അവർ 100% ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യും. ഗ്രോയിങ് ഫേം ആണെങ്കിൽ അവരെന്താണ്? റീഇൻവെസ്റ്റ് ചെയ്യും, റീറ്റെയിൻ ചെയ്യും. ഡിവിഡൻഡ് പോളിസി 0% ആയിരിക്കും ഡിവിഡൻഡ് കൊടുക്കുക. ഒരു നോർമൽ ഫേം ആണെങ്കിൽ അവർ ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് പോളിസി ആയിരിക്കും എടുക്കുക. നെക്സ്റ്റ് നോക്കാം. Given below are two statements. One is labeled as assertion and the other is as reason. Assertion എന്താണ് പറഞ്ഞിരിക്കുന്നത്? Minority interest is that part of net asset of a subsidiary attributable to interest which is held by outsiders. എന്താണ്? ഒരു കമ്പനിയുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഔട്ട്സൈഡേഴ്സ് ഹെൽഡ് ചെയ്തിരിക്കുന്ന ആ ഒരു അല്ലെ സബ്സിഡറി ആയിട്ടുള്ള ഇത് എടുത്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുക. റീസൺ എന്താണ്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഷുഡ് ബി presented in consolidated balance sheet as a part of equity of parent company's shareholders. അങ്ങനെയാണോ? നോക്കാം. In the light of above statement, choose the most appropriate answer from the option below. നോക്കാം. Both A and R are correct and R is the correct explanation of A. Option B, both A and R are correct but R is not the correct explanation. Option C, A is correct but R is not correct. And option D, A is not correct but R is correct. ഇവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കറക്റ്റ് ആയിരുന്നു, പക്ഷെ റീസൺ എന്തായിരുന്നു? റോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. എന്താണ്? C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അസേർഷൻ കറക്റ്റ് ആണ്, പക്ഷെ എന്താണ്? റീസൺ ഇൻകറക്റ്റ് ആയിരുന്നു. C ആണ് കറക്റ്റ് ആൻസർ. നോക്കിയേ, അസേർഷൻ കറക്റ്റ് ആണ്. മൈനോറിറ്റി ഇൻട്രസ്റ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഓൾസോ കോൾഡ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അതെന്താണ്? നോൺ ഔട്ട്സൈഡേഴ്സ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. റെഫേഴ്സ് ടു ദ പോർഷൻ ഓഫ് നെറ്റ് അസെറ്റ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് എ സബ്സിഡറി ദാറ്റ് ബിലോങ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് അതർ ദാൻ പേരന്റ് കമ്പനി. പേരന്റ് കമ്പനി അല്ലാത്ത എന്താണ്? ഷെയർ ഹോൾഡേഴ്സ്, ഔട്ട്സൈഡേഴ്സിനെയാണ് നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, പേരന്റ് കമ്പനി ഓൺസ് 80% ഓഫ് സബ്സിഡറി. ഔട്ട്സൈഡേഴ്സ് ആണെങ്കിൽ അവർ 20% ആണെങ്കിൽ ദാറ്റ് 20% ഓഫ് ഷെയർ ഓഫ് നെറ്റ് അസെറ്റ് ആൻഡ് പ്രോഫിറ്റ് ഈസ് കോൾഡ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലേ. 80% എന്താണ്? പേരന്റ് കമ്പനി ഹോൾഡ് ചെയ്യുന്നു, 20% ഔട്ട്സൈഡേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിന്റെ ആ നെറ്റ് അസെറ്റിന്റെയും പ്രോഫിറ്റിനെയാണ് നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? റീസൺ നോക്കിയേ, റീസൺ ഇൻകറക്റ്റാ. എന്തുകൊണ്ടാണ്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പേരന്റ് കമ്പനീസ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. പേരന്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റിയുടെ കൂടെ അല്ല നമ്മൾ എന്ത് കാണിക്കുക? മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാണിക്കുക. നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക അല്ലേ. സോ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇക്വിറ്റി സെക്ഷനിൽ എങ്ങനെയാണ് കാണിക്കുക? ഇക്വിറ്റി ആട്രിബ്യൂട്ടബിൾ ടു ഓണേഴ്സ് ഓഫ് ദ പേരന്റ് കമ്പനി. പിന്നെ എന്താണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ്, രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുക. സോ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈസ് പ്രസന്റഡ് വിത്തിൻ ദ ഇക്വിറ്റി ബട്ട് സെപ്പറേറ്റ്ലി ഫ്രം ദ പേരന്റ് കമ്പനീസ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഉണ്ടോ? ആ ഇക്വിറ്റിക്കകത്താണ് കാണിക്കുക, പക്ഷേ എന്താണ്? സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുക. പേരന്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വേറെ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഔട്ട്സൈഡേഴ്സിന്റെ വേറെ, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക കേട്ടോ, ഒന്നിച്ചല്ല കാണിക്കുക. സോ റീസൺ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The right of the insurer to stand in place of insured after the settlement of claim and it give the insurer right to recover from an alternative source. The principle involved in case is called. ഇൻഷുറൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്?
ഇൻഷുറർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? നമ്മുടെ ഇൻഷുർഡിന് ക്ലെയിമുകളെല്ലാം സെറ്റിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, വേറെ എവിടെന്നെങ്കിലും അതിൻ്റെ ക്ലെയിം അല്ലെ ഓൾട്ടർനേറ്റീവ് സോഴ്സിൽ നിന്ന് റിക്കവർ എടുക്കുവാണെങ്കിൽ അത് ആർക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ? ഇൻഷുററിൻ്റെ കേസിൽ നിന്നിട്ട് അത് ആർക്ക് മേടിക്കാം? ദ റൈറ്റ് ഓഫ് ആൻ ഇൻഷുറർ. എന്താണ്, ഇൻഷുർഡിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് അത് ആർക്ക് മേടിക്കാം? ഇൻഷുറർക്ക് എടുക്കാനുള്ള അധികാരത്തിനെയാണ്, ആ റൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. ഏതാണ് ഇതിൽ വരിക? ഇതിൽ വരിക കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സബ്രോഗേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. നോക്കാം നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത്. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്താണ്? ദ പേഴ്സൺ ടേക്കിംഗ് ഇൻഷുറൻസ് മസ്റ്റ് ഹാവ് എ ഫിനാൻഷ്യൽ ഓർ ലീഗൽ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ. ഇഫ് ദ ലോസ് ഒക്കേഴ്സ് പേഴ്സൺ ഷുഡ് സഫർ ഫിനാൻഷ്യലി. എന്താണ് പറയുന്നത്? ഇൻഷുറൻസ് അല്ലേ, ഈ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിക്ക് എന്താണ്, ആ ഒരു സബ്ജക്ട് മാറ്ററിൽ എന്ത് വേണം? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് വേണം. ദെൻ സബ്രോഗേഷൻ എന്താണ്? ആഫ്റ്റർ പേയിങ് ദ ക്ലെയിം the insurer get the right to recover the loss from a third party who caused the damage. എന്താണ്, ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറർക്ക് എന്തിനുള്ള അധികാരമുണ്ട്? തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലോസ്, ഡാമേജ് വരുത്തിയത് കൊണ്ട് എന്തെങ്കിലും ലോസ് ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കാനുള്ള അധികാരം ഉണ്ട് ഇൻഷുറർക്ക്. അതാണ് സബ്രോഗേഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ നോക്കിയേ, when the same risk is insured within more than one insurer, all insurers share the loss proportionately. എന്താണ് പറയുന്നത്? ഇപ്പോൾ പലയിടത്തായിട്ടായിരുന്നു ഇൻഷുർഡ്, പലയിടത്ത് മോർ ദാൻ വൺ ഇൻഷുററിൽ എന്താണ് സെയിം റിസ്ക് അയാൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻഷുറേഴ്സും എന്ത് ചെയ്യും? അവരൊന്നിച്ചാണ് ലോസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും ഷെയർ ചെയ്യുക. അല്ലാതെ മൾട്ടിപ്പിൾ എടുത്തുനിന്ന് അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഇൻഷുർഡിന് പറ്റില്ല എന്ന് പറയുന്നതാണ്, അവിടെയാണ് കോൺട്രിബ്യൂഷൻ. ദെൻ കോസ പ്രോക്സിമ. കോസ പ്രോക്സിമ മീൻസ് നിയറസ്റ്റ് കോസ്. എന്താണ് കോസ പ്രോക്സിമ എന്ന് വെച്ചാൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കോസ് എന്താണോ അതിനെയാണ് കോസ പ്രോക്സിമ. ദ മെയിൻ ഓർ നിയറസ്റ്റ് കോസ് ഓഫ് ലോസ് ഈസ് കൺസിഡേർഡ് ടു ഡിസൈഡ് വെദർ ദ ഇൻഷുറൻസ് കമ്പനി ഷുഡ് പേ ദ ക്ലെയിം അല്ലേ? ഇൻഷുറൻസ് കമ്പനി എന്താണ് ക്ലെയിം പേ ചെയ്യണോ എന്ന് നോക്കുന്നത് എന്താണ്? ആ മെയിൻ റീസൺ അല്ലെ നിയറസ്റ്റ് കോസ് എന്താണോ അത് നോക്കിയിട്ടായിരിക്കും. നെക്സ്റ്റ് നോക്കിയേ, which of the following are the types of decentralization in an organization? Types of decentralization in an organization. നോക്കിയേ, A profit center, B service center, C cost center and D that is investment center. നോക്കിയേ, choose the correct answer from the options given below. Option A, B and C. Option B, A, C and D. Option C, A, B and D. And option D that is B, C and D. ഇതിൽ എന്താണ് ടൈപ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ്റെ ടൈപ്സ്? ഇതിൽ ഒരെണ്ണം വരികയില്ല, അത് ഏതാണ്? ബി, സർവീസ് സെൻറ്റർ ഇല്ല കേട്ടോ. സോ ബി എലിമിനേറ്റ് ചെയ്യുക. ബി എലിമിനേറ്റ് ചെയ്താലേ നമുക്ക് ഡയറക്റ്റ് ആൻസറിലോട്ട് കിടക്കാം. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏതൊക്കെയാണ് വരിക? പ്രോഫിറ്റ് സെൻറ്ററും ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററും കോസ്റ്റ് സെൻറ്ററും ആണ് വരിക. ഡി എന്താണ് നമ്മുടെ വരികയില്ലാത്ത എന്താണ്? ദാറ്റ് ഈസ് സർവീസ് സെൻറ്റർ. ആ ഒരു ഓപ്ഷൻ നമുക്ക് വരികയില്ല എന്ന് അറിഞ്ഞാൽ ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്യുക അല്ലേ? ബാക്കി എല്ലാ ഓപ്ഷൻസിലും ബി ഉണ്ട്. സോ എന്താണ് ആൻസർ വരിക? ബി ആണ്. പ്രോഫിറ്റ് സെൻറ്റർ. എ പ്രോഫിറ്റ് സെൻറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബോത്ത് റവന്യൂ ആൻഡ് കോസ്റ്റ്. റവന്യൂവിനും കോസ്റ്റിനും അല്ലെ, വരവ് കോസ്റ്റ്, ചെലവ് വരവ്, ഇതിന് രണ്ടിനുമാണ് എന്ത് പ്രോഫിറ്റ് സെൻറ്റർ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററോ, മാനേജേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ റവന്യൂ, cost and the investment made in assets often evaluated by return on investment. ഇനി ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ് ആണെങ്കിൽ എന്താണ്? റവന്യൂ, കോസ്റ്റ് ആൻഡ് ദ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ അസറ്റ്സ് അല്ലേ? റവന്യൂ, കോസ്റ്റ് പിന്നെ ഇൻവെസ്റ്റ്മെന്റ്, ഇതിൽ മൂന്നിലും റെസ്പോൺസിബിൾ ആയിരിക്കും. കോസ്റ്റ് സെന്റർ ആണെങ്കിലോ റെസ്പോൺസിബിൾ ഓൺലി ഫോർ കൺട്രോളിങ് ദ കോസ്റ്റ്. കോസ്റ്റ് കൺട്രോളിംഗ് ആയിരിക്കും ഇവരുടെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, നോട്ട് റവന്യൂ. സോ മാനേജേഴ്സ് ഫോക്കസ് ഓൺ എഫിഷ്യൻസി ആൻഡ് കോസ്റ്റ് കൺട്രോൾ. ആ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്താണ് മാനേജേഴ്സ് ഫോക്കസ് ചെയ്യുക എഫിഷ്യൻസിയും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുമായിട്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? ദാറ്റ് ഈസ് റവന്യൂ സെൻറ്റർ.
It is a type of responsibility center in an organization where manager is responsible only for generating revenue, not for controlling cost or profit. ഇവിടെ എന്താണ്, കോസ്റ്റ് കൺട്രോളും ഇല്ല, പ്രോഫിറ്റ് കൺട്രോളും ഇല്ല, എന്താണ്, റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി. അതായത് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരിക്കും റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് നോക്കാം, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ലിസ്റ്റ് 1ൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എ, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. ദെൻ നോക്കിയേ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ദെൻ നോക്കിയേ എന്താണ്, ഫോർവേഡ് വെർട്ടിക്കൽ FDI ആൻഡ് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കിയേ, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, ഫോർവേഡ് വെർട്ടിക്കൽ FDI ആൻഡ് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്? നോക്കാം, ലിസ്റ്റ് 2ൽ തന്നിരിക്കുന്നത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓവർസീസ് എയിം ടു സെൽ ദ ഔട്ട്പുട്ട് ഓഫ് എ ഫേംസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ പ്രോസസ്. എന്താണ്, ഒരു ഫേമിന്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ആ പ്രൊഡക്റ്റുകളെ എന്താണ്, അതിൻ്റെ ഔട്ട്പുട്ടുകളെ സെല്ല് ചെയ്യാനുള്ള ഒരു എയിമാണ് ശരിക്കും നടക്കുക. ദെൻ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് ടു അക്വയർ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ് അക്വയർ ചെയ്യുന്നു. ദെൻ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് ടു ക്രിയേറ്റ് ന്യൂ ഫെസിലിറ്റി ഫ്രം ദ ഗ്രൗണ്ട് അപ്പ്. എന്താണ്, പുതിയ ഫെസിലിറ്റി എന്താണ് ഫോറിൻ കൺട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. Then investment in foreign financial instruments such as foreign stock, government bonds. നോക്കാം, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒരു ടൈപ്പാണ് അല്ലേ, എന്താ FDIയുടെ ടൈപ്പാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് അവിടെ വരുന്നത്, ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് ടു ക്രിയേറ്റ് ന്യൂ ഫെസിലിറ്റി ഫ്രം ദ ഗ്രൗണ്ട് അപ്പ്. എന്താണ്, എ എന്ന് പറയുന്നത് ന്യൂ ഫെസിലിറ്റീസ്, ഗ്രീൻഫീൽഡ് എന്ന് പറയുന്നത് A3 ആണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് അല്ലെ, ഫോറിൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്താണ്, ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റോക്കിൽ, അതുപോലെ എന്താണ് അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിൽ, ഗവൺമെന്റ് ബോൺഡ്സിലൊക്കെ അല്ലേ. സോ ഫോറിൻ FPI എന്ന് പറയുന്നത് 4 ആണ് അല്ലെ, ബി എന്ന് പറയുന്നത് 4 ആണ്. നെക്സ്റ്റ് എന്താണ്, ഫോർവേഡ് വെർട്ടിക്കൽ FDI അല്ലെ, ഔട്ട്പുട്ട്സ് സെല്ല് ചെയ്യാനായിട്ടുള്ളതാണ് ഫോർവേഡ് വെർട്ടിക്കൽ FDI. ഇനി ബ്രൗൺ ഫീൽഡ് ആണെങ്കിൽ എന്താണ്, എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസിൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതാണ്. സോ D2 ആണ്. നോക്കാം, എ എന്ന് പറയുന്നത് എന്താണ്, A3 ആണ്, D2 ആണ് അല്ലേ, A3 D2. A3യും D2വും വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഏതാണ്, ഓപ്ഷൻ D ആണ്. സോ D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് ഓക്കെ അല്ലേ എന്താന്നുള്ളത്? നെക്സ്റ്റ് നോക്കാം, given below are 2 statements. One is labeled as assertion and the other is labeled as reason. Assertion reason question ആണ്. Assertion നോക്കിയേ, real-time gross settlement system is a fund transfer mechanism where transfer of money take place from one bank to another on a real-time and a gross basis. എന്താണ്, RTGS എന്ന് പറയുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. അവിടെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ഓഫ് മണി എന്ന് പറയുന്നത്, ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് ഗ്രോസ് ബേസിസിൽ റിയൽ ടൈമിലായിരിക്കും ട്രാൻസാക്ഷൻസ് നടക്കുക. അതാണ് അസേർഷൻ പറഞ്ഞിരിക്കുന്നത്. റീസൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്, there is no minimum ceiling for the RTGS transaction. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ട്രാൻസാക്ഷൻസിന് എന്തില്ല, മിനിമം സീലിംഗ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, in the light of above statement choose the most appropriate answer from the options given below. എന്തൊക്കെയാണ്, both A and R are correct and R is the correct explanation ആണെന്ന് പറയുന്നു. Then both A and R are correct but R is not the correct explanation of A. C എന്താണ്, A is correct but R is not correct. And option D എന്താണ്, A is not correct but R is correct. ഇവിടെ എന്താണ്, അസേർഷൻ കറക്റ്റ് ആണ്, ഗ്രോസ് ബേസിലും റിയൽ സെറ്റിൽമെന്റും ആണ് നടക്കുന്നത്, റിയൽ ടൈം സെറ്റിൽമെന്റും ആണ്. അസേർഷൻ കറക്റ്റ് ആണ്, പക്ഷെ എന്താണ്, റീസൺ ശരിയല്ല. സോ എന്താണ്, C ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരിക. നോക്കാം, real-time gross settlement it is a fund transfer mechanism where transfer of money take place from one bank to another in real time on a gross basis അല്ലേ. RTGS എന്ന് പറയുന്നത് എന്താണ്, ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസം ആണ്. ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ആണ് നടക്കുക. റിയൽ ടൈം മീൻസ് ദ ട്രാൻസാക്ഷൻ പ്രോസസ്ഡ് ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് എ ഡിലേ. ഒരു ഡിലേ ഇല്ലാതെ എന്താണ്, ഇമ്മീഡിയറ്റ്ലി ആണ് ട്രാൻസാക്ഷൻസ് നടക്കുക. ഗ്രോസ് ബേസിസ് മീൻസ് ഈച്ച് ട്രാൻസാക്ഷൻ ഈസ് സെറ്റിൽഡ്
ഇൻഡിവിജ്വലി ആൻഡ് നോട്ട് കമ്പൈൻഡ് വിത്ത് അതർ ട്രാൻസാക്ഷൻ. എന്താണ് ഇൻഡിവിജ്വൽ സെറ്റിൽമെന്റ് ആണ് ഓരോ ട്രാൻസാക്ഷനെയും നടക്കുന്നത് അല്ലേ, അത് കമ്പൈൻഡ് ആയിട്ടല്ല. അതിനെയാണ് ഗ്രോസ് സെറ്റിൽമെന്റ് ഗ്രോസ് ബേസിസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇൻ ഇന്ത്യ RTGS ഈസ് റെഗുലേറ്റഡ് ബൈ RBI. ഇന്ത്യയിൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് RTGS RBI ആണ് റെഗുലേറ്റ് ചെയ്യുക. ദ മിനിമം എമൗണ്ട് ഓഫ് RTGS ഈസ് 2 lakh. എന്താണ് മിനിമം എമൗണ്ട് സീലിംഗ് ഇല്ലെന്നല്ലേ കണ്ടത്? അല്ല, മാക്സിമം ആണ് നമുക്ക് സീലിംഗ് ഇല്ലാത്തത്. മിനിമം 2 ലക്ഷമാണ് സീലിംഗ്. ആൻഡ് ദർ ഈസ് നോ മാക്സിമം ലിമിറ്റ് ബട്ട് എ മിനിമം ലിമിറ്റ് എക്സിസ്റ്റ്. ഉണ്ടോ? മിനിമം ലിമിറ്റ് ഉണ്ട്, എന്തില്ല? മിനിമം എമൗണ്ട് ഉണ്ട്. അതെ, മിനിമം ലിമിറ്റ് ഉണ്ട്, 2 lakh ആണ്. മാക്സിമം ലിമിറ്റ് ആണ് ഇല്ലാത്തത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, which of the following types of audit report is issued when auditor concludes that financial statements are prepared in all material respects in accordance with the applicable financial reporting framework? Types of audit report ന്റെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെ, ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുവാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എന്താണ്, എല്ലാ മെറ്റീരിയൽ ആസ്പെക്റ്റും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ആഡ് ആക്കിയിട്ടുണ്ട്. എന്താണ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിൻ്റെ ആ ഒരു ഇതിന് ആപ്ലിക്കബിൾ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നതെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടായിരിക്കും ഇഷ്യൂ ചെയ്യുക? ഓപ്ഷൻ എ, ഓഡിറ്റ് റിപ്പോർട്ട് വിത്ത് ആൻ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്. ഓപ്ഷൻ ബി, ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഓപ്ഷൻ സി, disclaimer of opinion report. And option D, unmodified opinion report. ഇവിടെ എന്താണ്, ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ക്ലീൻ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. വേറെ എന്താണ് ഫർദർ മാറ്റങ്ങളൊന്നും വേണ്ട. ഏറ്റവും എന്താണ് ബെസ്റ്റ് ആയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിനെ നമ്മൾ വിളിക്കുന്നത് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ റിപ്പോർട്ട്, അല്ലെ എന്താണ് അൺക്വാളിഫൈഡ്, അൺമോഡിഫൈഡ്, അല്ലെ ക്ലീൻ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ടൈപ്സ് ഓഫ് ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ എന്താണ്? ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒന്നാമത്തേതാണ് അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ. അതാണ് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനും ഇനി വേണ്ട, അൺമോഡിഫൈഡ് ആണ്, ഇനി ഒരു മോഡിഫിക്കേഷനും വേണ്ട, ക്ലീൻ ആയിട്ടുള്ള റിപ്പോർട്ടാണെങ്കിൽ അതെന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് കാണിക്കുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് അനുസൃതമായിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത് റിപ്പോർട്ട് എന്നാണ്? ക്ലീൻ റിപ്പോർട്ട്. അൺമോഡിഫൈഡ് നിങ്ങൾക്ക് മാറിപ്പോരുത്, ഓർ അൺക്വാളിഫൈഡ്. നമ്മൾ അൺക്വാളിഫൈഡ് എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണ് ക്വാളിഫൈഡ് അല്ല എന്ന് ഓർക്കും. പക്ഷേ എന്താണ് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനും വേണ്ട, ഫർദർ മോഡിഫിക്കേഷൻ ഒന്നും വേണ്ട എങ്കിൽ നമ്മൾ അൺക്വാളിഫൈഡ്, അൺമോഡിഫൈഡ് എന്നാണ് പറയുക. എന്താണ് നെക്സ്റ്റ് നോക്കിയേ, ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആണെങ്കിൽ financial statements are generally true and fair except for certain specific matters. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ തന്നെയാണെങ്കിൽ ചെറിയ ചെറിയ കേസിൽ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ചെറിയ മാറ്റേഴ്സിൽ തിരുത്തം, ചെറിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും എന്താണ് ഓഡിറ്റർ ആ ഒരു ഒപ്പീനിയൻ ആയിരിക്കും കാണിക്കുക. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് അഡ്വേഴ്സ് ഒപ്പീനിയൻ. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡു നോട്ട് ഗീവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഡ്യൂ ടു മെറ്റീരിയൽ ആൻഡ് പെർവേസീവ് മിസ്സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല, മെറ്റീരിയൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പെർവേസീവ് ആയിട്ടുള്ള മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഏതാണ് അഡ്വേഴ്സ് അല്ല, നെഗറ്റീവ് ഒപ്പീനിയൻ ആയിരിക്കും, ദാറ്റ് ഈസ് അഡ്വേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കും കാണിക്കുക. Then disclaimer of opinion. എന്താണ് disclaimer of opinion? Auditor cannot express an opinion due to lack of sufficient audit evidence or severe limitation. എന്താണ് ഓഡിറ്റർക്ക് മൊത്തമായിട്ട് എന്താണ് ഒപ്പീനിയൻ പറയാനായിട്ട് സാധിക്കുന്നില്ല, കാരണം എന്താണ് അതിനുള്ള എവിഡൻസും അല്ലെ ലിമിറ്റേഷൻസും ഉണ്ട്. അതിനെയാണ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് ആണ് എംഫസിസ് ഓഫ് മാറ്റർ. എന്താണ് adds a separate paragraph highlighting significant issues, example uncertainties, without modifying the opinion. എന്താണ് പറയുന്നത് സ്റ്റിൽ ക്ലീൻ ബട്ട് വിത്ത് എക്സ്ട്രാ ഡിസ്ക്ലോഷർ. എന്താണ് കുറച്ച് ക്ലീൻ റിപ്പോർട്ടാണ്, പക്ഷെ എന്താണ് എംഫസൈസ് ഓൺ മാറ്റർ, ചില കാര്യങ്ങളിൽ എന്താണ് കാണിച്ചുകൊണ്ട് ഒരു സെപ്പറേറ്റ് പാരഗ്രാഫ് അല്ലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാണിക്കും, സ്റ്റിൽ എന്താണത് ക്ലീൻ ആണ്. അങ്ങനെയാണെങ്കിൽ എംഫസൈസ് ഓഫ് മാറ്റർ എന്ന് പറയും. സോ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.